നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജസ് ആസ് യൂഷ്വൽ സൺഡേ ദിവസം എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം. ദ പാഷൻ ഐ ഫീൽ ഇസ് ഓവർവെൽമിങ്, ഐ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദിസ്. അവർക്ക് തോന്നുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പോലും അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഐ വിഷ് ഐ കുഡ് ബി ഫുള്ളി ഓണസ്റ്റ് വിത്ത് യു. നിങ്ങളുടെ അടുത്ത് സത്യങ്ങളെല്ലാം തുറന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ഐ നീഡ് ടു ഫിഗർ മൈസെൽഫ് ഔട്ട്. അവരുടെ ഫീലിങ്സ് എന്താണെന്ന് അവർക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഓക്കെ, അത് കണ്ടുപിടിച്ചിട്ട് വേണം എന്ന് പറയുന്നു. എന്നാൽ കൂട്ടത്തിൽ തന്നെ എന്ത് പറയുന്നു? ഐ എം ഒബ്സെസ്ഡ് വിത്ത് യു. നിങ്ങളുടെ ചിന്തകൾ നിർത്താനും സാധിക്കുന്നില്ല. അടുത്ത കാർഡ്, ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിർത്താൻ സാധിക്കുന്നില്ല. വൈ കാൺട്ട് ഐ മൂവ് ഓൺ ഫ്രം യു. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് അവർ ചോദിക്കുകയാണ് കേട്ടോ. ദ വേ ഐ ഹാവ് ട്രീറ്റഡ് യു വാസ് റോങ്. നിങ്ങളെ ട്രീറ്റ് ചെയ്ത വിധം, നിങ്ങളോട് പെരുമാറിയ വിധം ശരിയല്ല എന്ന് അവർക്ക് തോന്നുന്നു. യു ആർ സോ ഡിഫറെൻറ്റ് ഫ്രം എവ്രി വൺ അറൗണ്ട് മീ. നിങ്ങൾ അവരുടെ ചുറ്റിലുമുള്ള മറ്റു ആൾക്കാരിൽ നിന്നെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഒരാളാണ് എന്ന് പറയുന്നു കേട്ടോ. ഇതായിരുന്നു ഒറാക്കിൾ. നമുക്കിനി ടാരോ ഒന്ന് കുറച്ച് കാർഡ്സ് എടുത്തിട്ട് വായിച്ചിട്ടാം. ഓക്കെ, സിക്സ് ഓഫ് സ്വാർഡ്സ്, ടു ഓഫ് കപ്സ്, ഫൂൾ, പേജ് ഓഫ് കപ്സ്, ത്രീ ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, സൺ, മജീഷ്യൻ. വീണ്ടും അത് തന്നെയാണ്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിർത്താൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് വീണ്ടും പറയുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു റീയൂണിയൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വന്ന് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു മെസ്സേജ്, കോള് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ അവർ വന്ന് നിങ്ങളെ കാണാനുള്ള സാഹചര്യം വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്നു എന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായി റൊമാൻറ്റിക് ബിഗിനിങ് ആഗ്രഹിക്കുന്നു എന്നും അവർ പറയുന്നു കേട്ടോ. ന്യൂ ബിഗിനിങ്. അവർ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ വന്ന് കാണാൻ. നിങ്ങളെ വന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഫൂള് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എന്ത് തന്നെ റിസ്ക് ആയാലും അതെല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നും പറയുന്നു. ഓക്കെ, ചിലർക്കെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, തടസ്സങ്ങളുണ്ട് കേട്ടോ. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്ത് തന്നെ ആയാലും ക്ഷമയോടെ സംസാരിച്ച് കൈകാര്യം ചെയ്യാമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് ഫേസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് അവർ അറിയിക്കുന്നത്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു. സിറ്റുവേഷൻ എന്തായാലും അവർ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നും പറയുന്നു കേട്ടോ.